മൈഗ്രെയിൻ രോഗ ചികിത്സയ്ക്കായിട്ട് ഞങ്ങളെ സമീപിക്കുന്ന ഓരോ രോഗിയോടും മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യാൻ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ കാര്യമാണ് മൈഗ്രെയിൻ ഡയറി എന്ന് പറയുന്നത്. ഈ മൈഗ്രെയിൻ ഡയറിയിൽ ഒരു രോഗിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 3 കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ടാണ്. ഒന്നാമതായിട്ട് തലവേദനയുടെ ഫ്രീക്വൻസി, അതായത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ തലവേദന അനുഭവപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. 18-ാം തീയതി, 20-ാം തീയതി, 30-ാം തീയതി എന്നിങ്ങനെ ഓരോ തീയതികൾ അടയാളപ്പെടുത്തുന്നതിനൊപ്പം തന്നെ രണ്ടാമതായിട്ട് ആ തീയതിയിൽ എത്ര നേരം നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടു എന്നും രേഖപ്പെടുത്തേണ്ടതാണ്, അതായത് ഡ്യൂറേഷൻ ഓഫ് പെയിൻ. മൂന്നാമതായിട്ട് വരുന്ന തലവേദനകളുടെ തീവ്രതയും മാർക്ക് ചെയ്യേണ്ടതാണ്, അതായത് ഇന്റൻസിറ്റി ഓഫ് പെയിൻ. ഇന്റൻസിറ്റി മാർക്ക് ചെയ്യേണ്ടത് അതികഠിനമായിട്ടാണോ, ലഘുവായിട്ടാണോ, അതോ മീഡിയം തരത്തിലുള്ള വേദനയാണോ അനുഭവപ്പെട്ടത് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു പെയിൻ സ്കോറും ഇതോടൊപ്പം തന്നെ രേഖപ്പെടുത്താവുന്നതാണ്. 10 മാർക്കിൽ എത്ര തീവ്രമായിട്ടാണ് വേദന അനുഭവപ്പെട്ടതെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ടൈം ഡ്യൂറേഷനും നിങ്ങൾ മാർക്ക് ചെയ്തു പോകുമ്പോൾ നമ്മുടെ ചികിത്സ എടുക്കുന്ന ആളുകൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇവയിൽ 3-ൽ 1-ലെങ്കിലും ഓരോ മാസവും മാറി വരുന്നതായിട്ടും കുറഞ്ഞു വരുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ മൈഗ്രെയിൻ ഡയറിയും എഴുതി പോകുമ്പോൾ, കൃത്യമായിട്ട് നോട്ട് ചെയ്തു പോകുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഡ്യൂറേഷൻ ഓഫ് പെയിനും കുറഞ്ഞു വരുന്നത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ചികിത്സ തുടങ്ങിയിട്ടില്ലെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ചികിത്സയിൽ ആയിരിക്കുന്നില്ലെങ്കിലും മൈഗ്രെയിൻ ഡയറി എഴുതി വെക്കുന്നത് നിങ്ങളുടെ സിവിയറിറ്റി അല്ലെങ്കിൽ ക്രോണിസിറ്റി ഓഫ് പെയിൻ കൂടുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ എടുക്കുവാനായിട്ട് സാധിക്കും. മൈഗ്രെയിൻ ഡയറിയുമായിട്ടുള്ള കൂടുതൽ സംശയങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ.